ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക്കാസ. ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ്. ജസ്റ്റ് ഒന്ന് ഞങ്ങളൊരു പാർക്കിൽ പോകുന്നതും അത് കഴിഞ്ഞൊരു നഴ്സറി വിസിറ്റ് ചെയ്ത് കുറച്ച് ചെടികൾ വാങ്ങിക്കുന്നതൊക്കെയാണ്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ വ്ളോഗിലേക്ക് പോവാം. ആക്ച്വലി ഇന്ന് പുറത്ത് പോകുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഇന്ന് ഞങ്ങൾ അവർക്ക് കുറച്ച് ചെടികൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നഴ്സറിയിൽ പോകണം. അപ്പം നഴ്സറീൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാർക്കും. അപ്പം ആദ്യം നമ്മൾ പാർക്കിലൊക്കെ പോയി കുട്ടികൾക്ക് കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പാർക്കിലൊക്കെ പോവാമെന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന വഴി നഴ്സറി പോകാമെന്നാണ് കരുതിയത്. ഈ പാർക്ക് അജ്മാനിലുള്ള ഹീലിയോ പാർക്കാണ് കേട്ടോ. ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ്. അന്ന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ വേഗം 10:30 ആയപ്പോഴേക്കും ക്ലാസ് തീർന്നു. അപ്പം പിന്നെ വൈകുന്നേരം കുറേ സമയം ആ ഡേ മുഴുവനും ഉണ്ടായല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചത്. അല്ലാതെ സ്കൂളുള്ള ദിവസം സാധാരണ റെഗുലർ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ശരിക്കും വീട്ടിലെത്തുമ്പോഴേക്കും 4 മണിയാവും. പിന്നെ പോകാൻ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഓൺലൈൻ ആയതുകൊണ്ട് നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങിയത്. അല്ലെങ്കിൽ വീക്കെൻഡിൽ മാത്രമേ സാധാരണ പുറത്തിറങ്ങാറുള്ളൂ. വരുന്ന വഴിയിൽ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിരുന്നു. പിന്നെ ചായ ഉണ്ടാക്കി കൊണ്ടുപോയി. എവിടെ പോയാലും ഞാൻ കുട്ടികളോട്ട് ഭയങ്കര പെട്ടെന്ന് കൂട്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ഈ പ്രൊഫഷൻ മടുക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് മടുക്കുന്ന ആളാണ്. ഈ ടീച്ചിങ് പ്രൊഫഷന്, അതും ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ പ്രൊഫഷൻ എനിക്ക് മടുക്കാതിരിക്കുന്നത് ഈ കുട്ടികളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. നമ്മളിവിടെ ഒരുമിച്ച് 3 ആൾക്കാരും അടുത്തടുത്ത ക്ലാസ്സുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് നമുക്ക് സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടാറേയില്ല. ഭയങ്കര ബിസി ആയിരിക്കും. എല്ലാവരും അവരവരുടേതായിട്ടുള്ള ക്ലാസ്സുകളിൽ ബിസി ആയിട്ടിരിക്കും. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് UAE ജോലി കിട്ടുക എന്നൊക്കെ. പക്ഷേ കുറച്ച് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയാം, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ നാട്ടിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ, നാട്ടിലെ സ്കൂളുകളുമായി കമ്പയർ ചെയ്യുമ്പം ഒരുപാട് വർക്ക് ലോഡ് കൂടുതലാണ്. സ്റ്റിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. കാരണം നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് അപ്ഡേറ്റഡ് ആവാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 വർഷമായി ഇവിടെ ജോലി ചെയ്യണം. അതിൻ്റെ ഒരു ഡിഫറൻസ് നല്ലോണം ഉണ്ട്. അത് ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. അപ്പം നല്ല വർക്ക് ലോഡ് ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട് വർക്ക് ചെയ്യാനൊക്കെ. സ്റ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൽ ഹോഴ്സ് റൈഡിങ് ഒക്കെ നടത്താം. ചെറിയൊരു ഏരിയയിലാണെന്ന് മാത്രം. ഡോഗും ഒക്കെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട്. ഓസ്ട്രിച്ച് അങ്ങനെയൊക്കെ ഉണ്ടോ. 10 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റൈഡ് നടത്താം. ഒരുപാട് സ്ഥലങ്ങളിലേക്കൊന്നും ഇല്ലെങ്കിലും കുറച്ചൊരു ഏരിയയിൽ 1-2 റൗണ്ടൊക്കെ അവർ ചെയ്യിപ്പിക്കും, റൈഡ് ചെയ്യിപ്പിക്കും. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ഇരുന്ന് സംസാരിച്ചു, ചായയൊക്കെ കുടിച്ചു, ജസ്റ്റ് കുറച്ച് നടന്നൊക്കെ ചെയ്തു. അങ്ങനെ സമയം രാത്രിയായി. ആക്ച്വലി ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. ഒരു 5 മണിയൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ്
ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ച് കുട്ടികൾ പാർക്കിലൊക്കെ കളിച്ചു. അപ്പോഴേക്കും ഏകദേശം രാത്രിയായി. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നഴ്സറിയിൽ പോകണം. ഇത് ഹീലിയോ പാർക്കിൻ്റെ അടുത്തുള്ള ഒരു നഴ്സറിയാണ് കേട്ടോ. ഒരു നഴ്സറിയിൽ ഒരുപാട് നഴ്സറികൾ അടുത്തടുത്തായിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പെറ്റ് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചെടികളുണ്ട് കേട്ടോ. ഭയങ്കര വലിയ പ്രൈസൊന്നുമില്ല. ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ ചെടികൾക്ക് ഭയങ്കര വിലയായിരിക്കും. അതുകൊണ്ട് ഞാൻ അധികം പോയി നോക്കാറേ ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഒന്ന് അധികം നാട്ടിലൊക്കെ അതേ റേറ്റൊക്കെ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫിലോഡെൻഡ്രോണും അഗ്ലോണിയുമൊക്കെ പിന്നെ നമ്മളെ നാട്ടിൽ അത്രയൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. സ്റ്റിൽ നമുക്ക് ഇവിടെ അത്ര കുറേ സ്ഥലങ്ങളും ഇല്ലല്ലോ, കുറച്ച് ചെടികൾ വെക്കാനുള്ള സ്ഥലമല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പം അതിനനുസരിച്ച് വാങ്ങിക്കാനുള്ള കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു 5-6 ഷോപ്പുകൾ അടുത്തടുത്തുണ്ട് ഇവിടെ. അതിൽ ഈ ഒരു ഷോപ്പിൽ കൂടുതലും ഇങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല. എനിക്ക് കൂടുതലും ഇഷ്ടം ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല. നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമാണ്. അതൊരു സീസണിൽ മാത്രമല്ല ഫ്ലവർ ചെയ്യുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനത്തെ ചെടികളാകുമ്പോൾ എന്നും ആ ഒരു ഭംഗിയിൽ നിൽക്കും. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആക്കി വെക്കും ചെയ്യാമല്ലോ. ഇത് എയർ പ്ലാന്റ് ആണ്. 100 dirhams ആണ് പറഞ്ഞത്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ കെയറിംഗ് ഒന്നും അറിയില്ല. നാട്ടിലുള്ള സമയത്തും എൻ്റെ കയ്യിൽ എയർ പ്ലാന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ബോഗെയിൻ വില്ലാസൊക്കെ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. നല്ല ചൂട് കാലത്തൊക്കെ നല്ലോണം. ഇപ്പം അതിൻ്റെ ഒരു സീസണാണ്, ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. പിന്നെ ഇങ്ങനത്തെ ഈ ചെടികൾ കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് സീസണിലായിട്ടുള്ള. ഇതൊക്കെ വാങ്ങിച്ച് വളരെ കുറച്ച് പൈസയുള്ളൂ, 1 dirham ഉള്ളൂ ഒരു ചെടിക്ക്. അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നശിച്ചു പോകുമായിരിക്കും എന്ന് എനിക്ക് തോന്നി. കുറച്ച് ഈ ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അതുപോലെ മുല്ലപ്പൂ, നമ്മളെ നാട്ടിൽ അതേപോലെ തന്നെ നല്ല മണമുള്ള മുല്ലപ്പൂ ചെടി ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടിയൊക്കെ ചെടികൾ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ കാറിൽ സ്ഥലമില്ലായിരുന്നു. ഡിക്കിൽ അവരും കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു. അതുകൊണ്ട് ഞാനൊരു 3 ചെടിയെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. തെച്ചികളാണിത്. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോവുകയാണേ. ശരിക്കും കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ നഴ്സറിയിലൊന്നും പോവാത്തതുകൊണ്ടും ചെടികളൊന്നും കാണാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ആർത്തി പിടിച്ച കുട്ടികളെ പോലെ ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ ഓടി നടക്കുകയായിരുന്നു. ഒരു ചെടി ഇതാണ് വാങ്ങിച്ചത്. 2 ഫിലോഡെൻഡ്രോണും 1 CC പ്ലാന്റുമാണ് വാങ്ങിച്ചത്. തിരഞ്ഞ് നല്ലത് നോക്കിയെടുത്തതാണ്. ചൂട് കൂടുതലായതുകൊണ്ടെന്ന് തോന്നുന്നു കുറേ ചെടികളുടെ ഇലക്കൊക്കെ ഇങ്ങനെ കേടുപറ്റിയിരുന്നു. അപ്പം ശരിക്കും തിരഞ്ഞെടുത്തതായിരുന്നു. അത്യാവശ്യം നല്ല ചെടി തന്നെ കിട്ടിയിട്ടോ. ഞാനിതിന് കൊടുത്തത് 10 dirhams ആണ് ഒരു ചെടിക്ക്. ആക്ച്വലി അവർ ചോദിച്ചത് 30 dirhams ആണ്. അപ്പം പിന്നെ ഞാൻ വ്ളോഗറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇനിയും ബിസിനസ് ഉണ്ടായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ 10 dirhams തന്നത്. എനിക്ക് തോന്നുന്നു ആര് പോയാലും ചോദിച്ച് നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടുമായിരിക്കും. അവർ പറയുന്ന പൈസ തന്നെ കൊടുക്കാതെ ഒന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കാം. ഇത് പിന്നെ നമ്മുടെ CC പ്ലാന്റ്, ക്യൂൻ ഓഫ് ഇൻഡോർ പ്ലാന്റ്സ്. ഒട്ടും കെയറിങ്ങും വേണ്ട, എളുപ്പം ഉണ്ടാകുന്ന ഒരു ചെടിയാണ്, തീരെ കെയറിങ് ആവശ്യമില്ലാത്ത. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും കാണുന്നത് വരെ ബൈ ബൈ.